നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യ നേടിയെടുത്തിരിക്കുകയാണ്. ഫൈനലിൽ ന്യൂസിലൻഡിനെ കീഴടക്കിയാണ് ഇന്ത്യ കിരീടത്തിലേക്ക് എത്തിയത്. ഇന്ത്യയുടെ ICC കിരീട നേട്ടങ്ങളിലേക്കുള്ള മറ്റൊരു പൊൻതൂവൽ കൂടിയായി ഇത് മാറിയിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യ തയ്യാറെടുക്കുന്നത് 2026 T20 ലോകകപ്പിനായാണ്. അടുത്ത ഏകദിന ലോകകപ്പ് 2027 നടക്കുന്നത്. ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് ഗൗതം ഗംഭീർ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പായി കഴിഞ്ഞു. ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിച്ച പല താരങ്ങൾക്കും അടുത്ത ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടായേക്കില്ല. രോഹിത് ശർമ്മ അടുത്ത ഏകദിന ലോകകപ്പ് കളിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മുഹമ്മദ് ഷമി, രവീന്ദ്ര ജഡേജ എന്നിവരും അടുത്ത ലോകകപ്പ് കളിക്കാൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം. ഇന്ത്യ അടുത്ത ലോകകപ്പ് മുന്നിൽ കണ്ട് ചില നിർണായക മാറ്റങ്ങൾ ടീമിൽ വരുത്തിയേക്കും. വരുന്ന ഏകദിന പരമ്പരകളിലൂടെ ഇന്ത്യ ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ സാധ്യതയുള്ള ചില താരങ്ങൾ ഉണ്ട്. ഗംഭീർ മികവ് പരിഗണിച്ച് ടീമിലേക്ക് താരങ്ങളെ എത്തിക്കുന്ന ഒരു കോച്ച് കൂടിയാണ്. ഇത്തരത്തിൽ ടീമിലേക്ക് തിരികെ വിളിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്നാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത്. ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണറാണ് സഞ്ജു സാംസൺ. വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ T20 ഓപ്പണറായി മിന്നിക്കുന്ന താരം കൂടിയാണ്. എന്നാൽ T20യേക്കാൾ മികച്ച കണക്കുകൾ ഏകദിനത്തിലാണ് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഏകദിന ടീമിന് പുറത്താണ് അദ്ദേഹം ഉള്ളത്. 56 മുകളിൽ ശരാശരി ഉണ്ടായിട്ടും സഞ്ജു സാംസണ് ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഇടമില്ല. നിലവിൽ KL രാഹുലിനെയാണ് ഏകദിന ടീമിൽ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്നത്. ഋഷഭ് പന്താണ് ബാക്കപ്പ് താരം. എന്നാൽ വരുന്ന ലോകകപ്പ് മുന്നിൽ കണ്ട സഞ്ജു സാംസണ് കൂടുതൽ അവസരം ലഭിച്ചേക്കും. ഏകദിന ടീമിലേക്ക് സഞ്ജുവിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം. ശ്രേയസ് അയ്യരെ പോലെ ടീം മാനേജ്മെന്റുമായുള്ള ഉടക്കിനെ തുടർന്ന് ടീമിന് പുറത്തു നിൽക്കുന്ന താരമാണ് ഇഷാൻ കിഷൻ. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി പ്രകടനമടക്കം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ഫോർമാറ്റിലേക്കും അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല. വിക്കറ്റ് കീപ്പർ ബാറ്ററിന് തിരിച്ചുവരവിന് അവസരം നൽകിയേക്കും. വലിയ ഷോട്ടുകൾ കളിക്കാൻ കെൽപ്പുള്ള ഇഷാൻ ഏത് ബാറ്റിംഗ് ഓർഡറിലും കസറിയടിക്കുന്ന താരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷന് ഇന്ത്യ ടീമിലേക്ക് തിരിച്ചുവരവിന് അവസരം നൽകാൻ സാധ്യതകൾ ഏറെയാണ്. ഇനി ടോപ്പ് ഓർഡർ ബാറ്ററായ ഋതുരാജ് ഗെയ്ക്വാദ് വിരാട് കോഹ്ലിയുടെയും ശുഭ്മൻ ഗില്ലിന്റെയും ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ക്ലാസിക് ശൈലിയിൽ വലിയ സ്കോറിലേക്ക് എത്താൻ ഋതുരാജിന് കഴിവുണ്ട്. സ്പിന്നിനെ നന്നായി നേരിടുന്ന ബാറ്ററാണ് IPL CSK നായകൻ കൂടിയായ ഋതുരാജ്. മികവ് കാട്ടിയിട്ടും പല കാരണങ്ങളാൽ തഴയപ്പെട്ടു നിൽക്കുന്ന ഋതുരാജിനെ ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ലോകകപ്പിന് മുൻപ് കളിച്ച് മികവ് തെളിയിക്കാൻ ഋതുരാജിന് ഗംഭീർ ഒരുപക്ഷെ അവസരം നൽകിയേക്കും. ഇടം കൈ മീഡിയം പേസ് ഓൾറൗണ്ടറായ വെങ്കടേഷ് അയ്യർ നേരത്തെ ഇന്ത്യക്കായി കളിച്ചെങ്കിലും ഏറെ നാളായി T20 ടീമിന് പുറത്താണ്. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം മിനിക്കുന്ന വെങ്കടേഷ് അയ്യരെ ഇന്ത്യ ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം. വരുന്ന IPL സീസണിലെ വെങ്കടേഷിന്റെ പ്രകടനം വിലയിരുത്തിയാകും തീരുമാനമുണ്ടാവുക. എന്തായാലും ഗംഭീറിന്റെ പരിഗണനയിൽ വെങ്കടേഷ് അയ്യരുമുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ മത്സരങ്ങളാണ് ഈ വരാനിരിക്കുന്നത്. ലോകകപ്പിന് മുൻപ് തന്നെ പല ടൈറ്റ് ഷെഡ്യൂളുകളുമുണ്ട്. ഏഷ്യ കപ്പ് അടക്കമുള്ള വമ്പൻ മത്സരങ്ങളുണ്ട്. എന്തായാലും ഇതിനൊക്കെ ശേഷം T20 ലോകകപ്പിന് തയ്യാറെടുക്കുമ്പോൾ വീണ്ടും 2024 ആവർത്തിക്കാൻ ഉറച്ചായിരിക്കും ഇന്ത്യ ഇറങ്ങുന്നത്.